സഞ്ജു സാംസൺ ക്യാപ്റ്റനായി വന്നതോടെ IPL-ൽ സടകുടഞ്ഞെഴുന്നേറ്റ രാജസ്ഥാൻ റോയൽസ് ടീം അടുത്ത അംഗത്തിന് കച്ചമുറുക്കുകയാണ്. ബുധനാഴ്ച രാത്രി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന 5ാം റൗണ്ടിൽ മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് റോയൽസിന്റെ എതിരാളികൾ. ശുഭ്മാൻ ഗില്ലിന് കീഴിൽ തകർപ്പൻ ഫോമിൽ കളിക്കുന്ന GTയെ അവരുടെ ഗ്രൗണ്ടിൽ വീഴ്ത്തുകയെന്നത് റോയൽസിന് കടുപ്പം തന്നെയായിരിക്കും. മാത്രമല്ല കണക്കുകളും അവർക്കെതിരാണ്. ഇതുവരെ 6 തവണ GTയുമായി ഏറ്റുമുട്ടിയപ്പോൾ 5ലും റോയൽസ് തോറ്റിരുന്നു. 1ൽ മാത്രമാണ് വിജയിക്കാനായത്. പഞ്ചാബ് കിങ്സിനെ അവസാന കളിയിൽ 50 റൺസിന് തകർത്ത് വിട്ടതിന്റെ ആവേശത്തിലാണ് സഞ്ജുവും സംഘവും അഹമ്മദാബാദിലെത്തുക. പക്ഷേ പഞ്ചാബിനെതിരായ കളിയിൽ പരീക്ഷിച്ച ടീം കോമ്പിനേഷനിൽ റോയൽസ് 3 മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. GTക്കെതിരായ എവേ മത്സരത്തിൽ റോയൽസിന്റെ ബെസ്റ്റ് ടീം കോമ്പിനേഷൻ ഏതാണെന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിൽ പരീക്ഷിച്ച ടോപ്പ് 3യിൽ തീർച്ചയായും ഒരു മാറ്റം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് വരുത്തിയേ തീരൂ. ഇല്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറിയേക്കാനുള്ള സാധ്യതയുണ്ട്. റോയൽസിന്റെ ഓപ്പണിംഗ് കോമ്പിനേഷനിൽ മാറ്റം ആവശ്യമില്ല. ക്യാപ്റ്റൻ സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും തന്നെ ഓപ്പണിംഗിൽ തുടരേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ റോയൽസിന്റെ ജയത്തിന് അടിത്തറയിട്ടത് ഓപ്പണിംഗ് ജോഡികളായിരുന്നു. 89 റൺസ് ആദ്യ വിക്കറ്റിൽ ഇരുവരും ചേർന്നെടുത്തു. സഞ്ജു 38 റൺസ് നേടി മടങ്ങിയപ്പോൾ ജയ്സ്വാൾ 66 റൺസും അടിച്ചെടുത്തു. സീസണിൽ താരത്തിന്റെ ആദ്യ 50 കൂടിയാണിത്. 3ാം നമ്പറിൽ യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗിനെയാണ് റോയൽസ് പരീക്ഷിച്ചത്. ആദ്യത്തെ 12-13 ബോളുകൾ റണ്ണെടുക്കാൻ പാടുപെട്ട അദ്ദേഹം പിന്നീട് പുറത്താവാതെ 43 റൺസ് സ്കോർ ചെയ്തു. പരാഗിന്റെ ബെസ്റ്റ് പൊസിഷൻ ഇതല്ല. 4ാം നമ്പറിലാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുക. കഴിഞ്ഞ സീസണിൽ 550+ റൺസുമായി പരാഗ് ടീമിന്റെ ടോപ്പ് സ്കോററായും 4ാം നമ്പറിൽ ബാറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ GTക്കെതിരെ പരാഗിനെ 3ാം നമ്പറിലേക്ക് റോയൽസ് തീർച്ചയായും പ്രൊമോട്ട് ചെയ്യരുത്. പകരം മറ്റൊരു ഓൾറൗണ്ടറായ നിതീഷ് റാണയ്ക്ക് 3ാം നമ്പർ നൽകണം. നേരത്തെ 3ാം റൗണ്ടിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഈ പൊസിഷനിൽ ഇറങ്ങി വെടിക്കെട്ട് ഇന്നിംഗ്സ് താരം കാഴ്ചവെച്ചിരുന്നു. 36 ബോളിൽ 81 റൺസുമായി കളിയിലെ ഹീറോയായതും റാണയാണ്. GTക്കെതിരെ അദ്ദേഹത്തെ ഈ റോളിലേക്ക് റോയൽസ് തിരികെ വിളിക്കേണ്ടത് പ്രധാനമാണ്. നിതീഷ് റാണയ്ക്ക് ശേഷം 4ാം നമ്പറിൽ റിയാൻ പരാഗ് തന്നെ ഉറപ്പായും കളിക്കേണ്ടതുണ്ട്. 5ാം നമ്പറിൽ ധ്രുവ് ജുറേലാണ് ബെസ്റ്റ് ഓപ്ഷൻ. നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ ടോപ്പ് 5ൽ അദ്ദേഹത്തെ കളിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഞ്ചാബ് കിങ്സിനെതിരെ ഹെറ്റ്മെയറെയാണ് 5ാം നമ്പറിൽ റോയൽസ് അയച്ചത്. ജുറേൽ 6ാമനായിരുന്നു. എന്നാൽ GTക്കെതിരെ ഈ പിഴവും അവർ തിരുത്തേണ്ടത് പ്രധാനമാണ്. ഹെറ്റ്മെയർക്ക് ശേഷം 7ാമനായി വനിന്ദു ഹസരംഗയാണ് കളിക്കേണ്ടത്. ബൗളിങ്ങിനൊപ്പം ബാറ്റിംഗിലും ഭേദപ്പെട്ട സംഭാവനകൾ നടത്താൻ താരത്തിന് സാധിക്കും. തുടർന്ന് സ്പെഷ്യലിസ്റ്റ് ബൗളർമാരുടെ ഊഴമായിരിക്കും. ജോഫ്ര ആർച്ചർ ആയിരിക്കും പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക. അദ്ദേഹത്തിനൊപ്പം ന്യൂ ബോൾ ആക്രമണത്തിൽ ആകാശ് മദ്വാളിനെ റോയൽസ് കൊണ്ടുവരണം. കഴിഞ്ഞ കളിയിൽ യുധ്വീർ സിംഗ് ചരാക്കാണ് കളിച്ചത്. പക്ഷെ അദ്ദേഹത്തെക്കാൾ നല്ല ഓപ്ഷൻ മദ്വാളാണ്. സന്ദീപ് ശർമ്മയായിരിക്കും ടീമിലെ 3ാമത്തെ പേസർ. ഹസരംഗയെ കൂടാതെ ടീമിലെ മറ്റൊരു സ്പിന്നർ മഹീഷ് തീഷ്ണയായിരിക്കും. ബാറ്റിംഗ് തകർച്ച നേരിട്ടാൽ ഇമ്പാക്ട് പ്ലെയറായി ശുഭം ദുബെയും റോയൽസിന് കളിപ്പിക്കാം. എന്നാൽ ബൗളിംഗിലാണെങ്കിൽ അഹമ്മദാബാദിലെ പേസിനെ തുണയ്ക്കുന്ന പിച്ചിൽ തുഷാർ ദേശ്പാണ്ഡെ ആയിരിക്കും നല്ലത്.